Hello friends, welcome to my new video. Today we are going to unbox an extraordinary item, that is a small mic. ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ബോക്സ്. ഇത് ഇന്നലെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. കത്തി എടുത്തിട്ടുണ്ട്, നേരെ കട്ട് ചെയ്തു. ചെറിയൊരു മൈക്കാണ്, കോളർ മൈക്ക് അല്ല, അത്ര വലുതൊന്നല്ല, ചെറിയൊരു മൈക്കാണ്. ചീപ്പ് റേറ്റ് ആയിട്ട് നോക്കിയതാണ്. ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ജസ്റ്റ് ഒരു ചെറിയ മൈക്ക് 1.5 meters എന്നാണ് നമ്മുടെ ആ ഒരു സൈസിൽ ഫ്ലിപ്കാർട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഇത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, വേറെ ടൈപ്പ് പാക്കറ്റാണ്. ഈ പാക്കറ്റിനുള്ളിൽ തന്നെ വേറൊരു പാക്കറ്റിൽ തന്നെയാണ് മൈക്ക് വന്നിട്ടുള്ളത്. ഇതാണ് സംഭവം, മൈക്ക് വന്നിട്ടുള്ളത്. ഇതും പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പാക്കറ്റ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള പാക്കേജ് ആണ്. യെസ്, ദിസ് ഇസ് ഇറ്റ്. ഇതാണ് നമ്മുടെ മൈക്ക്. ഇത് നോയിസ് ക്യാൻസലേഷന്റെ ഒരു സ്പോഞ്ച് ആണിത്. ഒരു കവറിംഗ് ആണ്, നോയിസ് ക്യാൻസലേഷൻ ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ കോളർമയോ അതോ ഷർട്ടുമയോ എവിടെ പിടിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. നല്ല ടൈറ്റിലാണ് സംഭവം ഇരിക്കുന്നത്. പിന്നെ ഇത് 1.5 meter ലെങ്തിലാണ്. 1.5 meter ലെങ്ത് എന്നാണ് അവർ പറഞ്ഞിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം എന്തോരം ലെങ്ത് ഉണ്ടെന്ന്. ഇനി നമുക്ക് ഇപ്പോ ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോ നമ്മുടെ ഫോണിൽ, ഈ വീഡിയോ എടുക്കുന്ന ഫോണിൽ എന്റെ മൈക്കിന്റെ ഹെഡ്സെറ്റ് പിന്നെ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഈ മൈക്കിലൂടെയാണ് കേൾക്കുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് കേൾക്കാം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഇത് കോളറിനെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ടൈറ്റ് ഉണ്ട്. നന്നായി അമർത്തുമ്പോൾ മാത്രം ഇത് സംഭവം എന്നുള്ളത്. പുതിയതായി ഒരു ഫ്രഷ് മൈൻഡുള്ള കാരണമായിരിക്കും നല്ല ടൈറ്റ് ഉള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കോളറിന് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു, പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഓഡിയോ നന്നായി കേൾക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പാർട്സൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഇതാണ് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന സംഭവം. അതായത് ഇപ്പോൾ എക്സ്ട്രാ പുറത്തുനിന്ന് വല്ല സൗണ്ട് വരാണെങ്കിൽ, അതായത് ഇപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ നോയിസ് എന്ന് പറയുമ്പോൾ ഒരു വണ്ടികളുടെ സൗണ്ട് അല്ലെങ്കിൽ വല്ല പക്ഷി അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് വരാണെങ്കിൽ ഈ നോയിസ് ക്യാൻസലേഷൻ വഴി ഇതിൻ്റെ ആ സൗണ്ടൊക്കെ റെഡ്യൂസ് ചെയ്ത് പൊക്കോളൂ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തൊട്ടടുത്തൊരു സൗണ്ട് മാത്രം ഒരു ഹൈലൈറ്റ് ചെയ്ത് കിട്ടാനായിട്ടുള്ള സംഭവം ഈ നോയിസ് ക്യാൻസലേഷൻ വഴി കിട്ടും. ഇതാണ് നമ്മുടെ മൈക്ക്. ഇതൊരു ചെറിയൊരു മൈക്കാണ്, കോളർ മൈക്കാണ്. ചെറിയൊരു മൈക്ക്, മറ്റേ വലിയ മൈക്കൊന്നല്ല, ചെറിയൊരു സംഭവം. ഇതിൻ്റെ കോളർമേ സെറ്റ് ചെയ്യാനായിട്ട് സംഭവമാണ് ഇത്. ഇവിടുന്ന് ഈ മൈക്ക് ഇതൊന്നും എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട, പണി കഴിച്ചാൽ പിന്നെ എന്തായാലും റീഫണ്ടിൻ്റെ ഓപ്ഷൻ ഫ്ലിപ്കാർട്ടിലുള്ളത് തന്നെയാണ്. റീഫണ്ടിൻ്റെ അല്ല, റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ ഫ്ലിപ്കാർട്ടിലുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് അടിക്കണ്ട, റിട്ടേൺ അടിക്കണം. എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം. ഇപ്പൊ നമ്മൾ മൈക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ വോയിസിനെ കേട്ടപ്പോൾ മനസ്സിലായി. അതായത് ഞാൻ മൈക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അളക്കുമ്പോൾ ഒരു ടെക് ടെക്ന്ന് സൗണ്ട് വരുന്നുണ്ട്. അത് ഷെയ്ക്ക് ചെയ്യുമ്പോഴാണ്. എവിടെയെങ്കിലും സ്റ്റേബിൾ ചെയ്ത് വെച്ചാൽ സീനില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് പക്കയായിട്ട് കുറവാണ്. അപ്പോൾ ഞാനൊരു ചെറിയ സംഭവം ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിന് ഇഷ്ടം പോലെ സംഭവങ്ങൾ വാങ്ങാറുള്ളതാണ്. ഫോൺസൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് സീനില്ല. കാരണം വെച്ചാൽ ഫോണൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരേ ഒരു ഐറ്റം ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു റെഡ്മി നോട്ട് 9 Pro Max മൊബൈൽ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ ആ കൂടിയിട്ടൊരു എത്ര വേരിയന്റ് ഉണ്ട്, പക്ഷെ അത്ര ഫോൺസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോൾ ഈ മൈക്ക് വാങ്ങി, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കോളർ മൈക്ക് ഫോർ യൂട്യൂബേഴ്സ് അങ്ങനെ ഫ്ലിപ്കാർട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് കാണും. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അത് ഓരോ കമ്പനീസിന്റെ ഓരോ പ്രൈസിൽ ഓരോ വേരിയന്റ് ഇഷ്ടംപോലെ ഇത്ര സ്പെക്കിലൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യപ്പെട്ട ഐറ്റം നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രൈസിൽ ഇഷ്ടപ്പെട്ടായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ കിട്ടാവുന്ന സംഭവം എങ്ങനെ നമുക്ക് എടുക്കാം എന്ന് ഇതിൽ നോക്കാം. ഈ വീഡിയോ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ആദ്യം വെച്ചാൽ നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ടിലാണ് ആമസോണിലാണെങ്കിൽ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിലെ നമ്മളിപ്പോൾ ഒരു സംഭവം സെർച്ച് ചെയ്ത്, അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വെറുതെ ഈ കോളർ മൈക്ക് എന്ന് വെച്ചാൽ, അതായത് ഈ മൈക്ക് എന്ന് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് പോപ്പുലാരിറ്റി എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. അതായത് സെർച്ച് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അടിയിൽ പോയാൽ പോപ്പുലാരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും. പോപ്പുലാരിറ്റി, ന്യൂവെസ്റ്റ്, പിന്നെ പ്രൈസ് അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പോപ്പുലാരിറ്റി എന്നുള്ള സംഭവം ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലോക്കൽ ആയിട്ടുള്ള മൈക്കുകൾ, അതായത് കൂടുതൽ സെയിൽസ് പോകാത്ത ഐറ്റംസ്, അതായത് ഇപ്പോൾ പ്രൈസ് കൂടിയതാണെങ്കിൽ പോലും സെയിൽസ് അധികം പോകാത്തത്, ക്വാളിറ്റി കുറവായിട്ടുള്ള കുറേ ലോക്കൽ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നിങ്ങളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കാണാൻ സാധിക്കും.
സാധിക്കും. പോപ്പുലാരിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുകയാണെങ്കിൽ അടിപൊളി സാധനം മാത്രമേ കാണുള്ളൂ. പിന്നെ നോക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ മൈക്ക് വാങ്ങിയ പ്രൈസ് എന്ന് പറയുന്നത് 229. ഈ പ്രൈസ് ഞാൻ ഹലോ ആപ്ലിക്കേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രൈസാണ് ഈ 229. വീട്ടിൽ നിന്ന് ഫണ്ട് അവൈലബിൾ അല്ല. ഞാൻ ട്രിപ്പോടും ഒരു ലൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വീട്ടിൽ നിന്നൊന്നും ഫണ്ട് ഉണ്ടാക്കിയാണ് സംഭവം സെറ്റ് ചെയ്തല്ല. അതായത് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പൈസ എന്താ നീ വാങ്ങിക്കൊന്നും സംഭവം കിട്ടിയെന്നൊന്നല്ല. ഞാൻ ഹലോയിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് തന്നെ ആക്കിയതാണ്. എൻ്റെ ട്രിപ്പോടും സോഫ്റ്റ് ബോക്സും നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കാണിച്ചു തരാം. ഒരു സംഭവം പക്ക കോമഡി ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലാതെ കോമഡിയാണ്. അതിന് വേറെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതായത് ഈ മൈക്കിൽ നിന്ന് എൻ്റെ സ്വന്തം പ്രൈസായ കാരണം, എൻ്റെ സ്വന്തം മണിയായ കാരണം എനിക്ക് ചെറിയൊരു ബഡ്ജറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 229 ഒരു 250ൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു മൈക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ പോപ്പുലാരിറ്റി നോക്കിയിട്ട് നല്ല നോക്കി എൻ്റെ പ്രൈസിനെ സെലക്ട് ചെയ്തു. 200 to 500 ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഓപ്ഷൻ കൊടുത്തു. അത് ഞാൻ നിങ്ങളും പറയുന്നത്, നിങ്ങൾ ബഡ്ജറ്റ് നോക്കിയിട്ട് നിങ്ങൾ അതിൽ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഓരോ സംഭവത്തിലും ഓരോ സ്റ്റാർ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഫ്ലിപ്കാർട്ടിൽ കാര്യം പറയുന്നത്, ബ്രാക്കറ്റിൽ ഇത്ര റേറ്റിംഗ്സ് കാണാൻ സാധിക്കും. ഒരു ചില ഇതിനൊക്കെ 39,000, ചില ഇത് 4, 5, 3, 2 അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടാവും. അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടേ ആവശ്യമില്ല. കാരണം അത് അത്ര ലോക്കൽ ഐറ്റംസ് ആണ്. അതായത് റേറ്റിംഗ്സ് കൂടുമ്പോഴേ സെയിൽസ് കൂടിയ ഐറ്റംസിന് മാത്രമേ ഇത്ര റേറ്റിംഗ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓരോ സംഭവങ്ങൾ വാങ്ങുമ്പോഴും നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പേര് ഇപ്പോൾ ഓൺലൈനിൽ തന്നെ എന്താ പറയുക സ്പോർട്സ് ഐറ്റംസ് ആയാലും ഇപ്പോൾ കോക്കായാലും ബാറ്റ് ആയാലും ഷർട്ടായാലും എന്തായാലും ഇഷ്ടംപോലെ പേര് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിട്ട് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സംഭവം എടുത്തതിന് ശേഷം മടിയിൽ പോയാൽ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഉണ്ട്. അതായത് ഈ വാങ്ങിയിട്ടുള്ള ബയ്യേഴ്സിൻ്റെ റിവ്യൂ അതിൽ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്നതിൽ കൊടുത്തിട്ടുണ്ടാവും. അതും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. ഇപ്പോൾ ഫോൺസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ Redmi Note 9 Pro Max എടുത്തിട്ട് അടിക്ക് പോവുകയാണെങ്കിൽ കുറേ സംഭവം വാല്യൂ ഫോർ മണി, ബാറ്ററി, ക്യാമറ, ഡിസ്പ്ലേ, പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൗണ്ട് കാണാൻ സാധിക്കും. 3.5, 2.5, 4.5, 2, 3 അങ്ങനെ സംഭവം. അതായത് ഈ കസ്റ്റമേഴ്സ് തരുന്ന റിവ്യൂവിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സൈക്കിളാണ്, ഒരു റൗണ്ടാണ് അതിൽ ഫ്ലിപ്കാർട്ടിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എളുപ്പത്തിൽ സാധനങ്ങൾ, അത് എളുപ്പത്തിൽ വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങനെ വാങ്ങാം എന്നൊരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല ആമസോണിലും ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. ആമസോണിൽ ഈ പോപ്പുലാരിറ്റിയുടെ പകരം എന്താ കസ്റ്റമർ റിവ്യൂ അങ്ങനെ എന്തോ പറയുന്ന സംഭവമാണ്. ഞാൻ ആമസോണിൽ ഞാൻ കൂടുതൽ പ്രൊഡക്ട്സ് എടുക്കാറില്ല. ഏറ്റവും കൂടുതൽ ഫ്ലിപ്കാർട്ടാണ്. പക്ഷേ ആമസോണിൽ നിന്ന് പ്രൊഡക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടാകുന്നത്. ആമസോണിൽ പ്രൊഡക്ട്സ് ആണ് ഫ്ലിപ്കാർട്ടിനെക്കാട്ടും 100% ഉറപ്പുള്ളക്കാരാണ് ഞാൻ പറഞ്ഞത്. ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്ട്സിനായിട്ടും സ്റ്റാൻഡേർഡ് കൂടിയത് ആമസോണിലത്തെ പ്രൊഡക്ട്സ് ആണ്. പക്ഷേ എനിക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഫ്ലിപ്കാർട്ടാണ്. ആമസോണിനോട്ടും ഡെലിവറിയുടെ സ്പീഡ് കൂടുതൽ ഫ്ലിപ്കാർട്ടാണ് എന്ന് തന്നെയാണ് ഇത്രയും നാളത്തെ എൻ്റെ ഒരു അറിവ്. പക്ഷേ ഞാൻ ഫോൺ ഓർഡർ ചെയ്തിട്ട് 3 ദിവസത്തിൽ, വെറും 3 ദിവസം, 28-ാം തീയതി 27-ാം തീയതി ഫോൺ ബുക്ക് ചെയ്തു, 30-ാം തീയതി ഫോൺ വീട്ടിലെത്തി. 3 ദിവസത്തിൽ സംഭവം എത്തി. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. 3 ദിവസത്തിൽ തന്നെ ഒരു മൊബൈൽ ഫോൺ എത്തി, അതും ഫ്ലാഷ് സെയിലിൽ. ഞാൻ എടുത്ത ഫോണ് Redmi Note 9 Pro Max. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ പാക്കാം.